ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ആദിദേവ്. നെയ്യാറ്റിൻകര JB സ്കൂളിൽ ഇനി 4ാം ക്ലാസ്സിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പുസ്തകം പരിചയപ്പെടുത്താനാണ്. അവധിക്കാലത്ത് പ്രിയപ്പെട്ട HM മറ്റ് ടീച്ചർമാരും എൻ്റെ വീട്ടിൽ കൊണ്ടു തന്നതാ ഈ പുസ്തകം. ഇതിൻ്റെ ചിത്രങ്ങൾ കണ്ടാണ് എനിക്ക് ഈ പുസ്തകം ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം എടുത്തത്. ഈ പുസ്തകത്തിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഉണ്ണി ദൈവങ്ങളുടെ കഥകൾ. പുരാണത്തിൽ ഉണ്ണി ദൈവങ്ങളുടെ കഥകൾ നമുക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് ഇതിൽ പുനരാഖ്യാനം ചെയ്തിരിക്കുന്നത്. പുനരാഖ്യാനം സി സന്ദീപനി, ചിത്രീകരണം ശ്രീലാൽ AG. ഇതിലത്തെ കഥകൾ നമുക്ക് ചെറുതായിട്ട് പരിചയപ്പെടാം. ആദ്യത്തെ കഥ ഏതാണെന്നറിയണ്ടേ? പീലി തിരുമുടി ചൂടിക്കൊണ്ട് അങ്ങനെ. ഉണ്ണിക്കണ്ണൻ്റെ തലയിലുള്ളത് സുബ്രഹ്മണ്യൻ്റെ വാഹനമായ മയിലിൻ്റെ പീലിയാണ്. തന്നെയും തൻ്റെ വാഹനത്തെയും കൃഷ്ണൻ എപ്പോഴും ഓർക്കണമെന്ന ആഗ്രഹം സുബ്രഹ്മണ്യനുണ്ടായിരുന്നു. അടുത്ത കഥ ഏതാണെന്നറിയാമോ? പാറയിൽ വീണ ഭീമൻ. പഞ്ചപാണ്ഡവരിൽ ഒരാളായ ഭീമൻ കുട്ടിക്കാലത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് പാറയിൽ വീണു. അമ്മ വളരെ സങ്കടപ്പെട്ടു. പക്ഷേ ഭീമന് ഒന്നും പറ്റിയില്ല. ആ ഭീമൻ വീണ പാറ 100 കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു. ആ കഥയാണ് പാറയിൽ വീണ ഭീമൻ. ബാലകുരങ്ങന് കിട്ടിയ വരങ്ങളുടെ കഥ പറയുകയാണ് സൂര്യനെ വിഴുങ്ങാൻ. ഈ ബാലകുരങ്ങൻ ആരാണെന്നറിയാമോ? സാക്ഷാൽ ചിരഞ്ജീവിയായ ഹനുമാൻ. അടുത്ത കഥ ഇന്ദ്രനെ വിറപ്പിച്ച സ്കന്ദൻ. ആരാണ് ഈ സ്കന്ദൻ? ശിവപുത്രനായ സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യന്റെ കുട്ടിക്കാലത്തെ കുസൃതികൾ പറയുകയാണ് ഈ കഥയിൽ. 1000 ഇതളുകളുള്ള താമരയിൽ പിറന്ന പെൺകുഞ്ഞിന്റെ കഥ പറയുകയാണ് പൂവിൽ പിറന്ന ദേവി. ഈ പെൺകുഞ്ഞ് ഹിമവാന്റെയും മേനാദേവിയുടെയും പുത്രിയായ പാർവതിയാണ്. അടുത്ത കഥ ഏതാണ്? കുഞ്ഞു താപസി. ശിവ ഭഗവാനെ പാർവതി ദേവിക്ക് കല്യാണം കഴിക്കാൻ തപസ് ചെയ്ത കഥയാണ് കുഞ്ഞു താപസി. ബകാസുരനെ കൃഷ്ണൻ കൊന്ന കഥയാണ് ഭീമൻ കൊറ്റി. ഭീമന് 1000 ആനകളുടെ ശക്തി കിട്ടുന്ന കഥ പറയുന്നു രസായന സേവ. അടുത്ത കഥയാണ് വേടന്റെ സമ്മാനം. ഉണ്ണികൃഷ്ണൻ ഗോക്കളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മധുരമായ സംഗീതം കേട്ട് അതിൻ്റെ പുറകെ പോയപ്പോൾ ഒരു ബാലവേടൻ ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു കുടൽ വായിക്കുന്നു. കൃഷ്ണന് അത് ഇഷ്ടപ്പെട്ട് അത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ബാലവേടൻ പറഞ്ഞു, എന്താ നിനക്കിത് വേണോ? അപ്പോൾ കൃഷ്ണനൊരു മടിയുണ്ടായിരുന്നു. അപ്പോൾ ഈ വേടബാലൻ അത് നിർബന്ധിച്ച് കൃഷ്ണന് കൊടുത്തു. ഉണ്ണിക്കണ്ണൻ്റെ പ്രിയപ്പെട്ട ഓടക്കുഴൽ. പിൽക്കാലത്ത് ഉണ്ണിക്കണ്ണനും വേടബാലനും വലുതാവുകയും ഇതേ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഉണ്ണിക്കണ്ണൻ വിശ്രമിക്കാനിരിക്കുമ്പോഴാണ് ഒരു വിഷം നിറച്ച അമ്പ് കൃഷ്ണൻ്റെ കാലിൽ കൊള്ളുകയും കൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്യാനുള്ള കാരണവും ഇതാണ്. ഈ അമ്പ് ചെയ്തത് അന്നത്തെ വേടബാലനാണ്. ഇത്രയും മനോഹരമായ കഥകൾ പറഞ്ഞു തരികയാണ് ഈ പുസ്തകം. നിങ്ങളും ഇതേപോലെ ഈ പുസ്തകം വായിക്കണം. നന്ദി, നമസ്കാരം.